ഡൊണാൾഡ് ട്രംപിൻ്റെ പേരെന്തുകൊണ്ടാണ് പറയാത്തത്? ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ടല്ലോ, ഞാൻ 2 രാഷ്ട്ര നേതാക്കളെയും വിളിച്ചു, ഈ 2 രാഷ്ട്ര നേതാക്കളോട് സംസാരിച്ചു എന്നാണ് ഒരു തവണ പറഞ്ഞത്. പിന്നെ ഒരിക്കൽ പറഞ്ഞു 2 രാഷ്ട്രങ്ങളോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെയും രാഷ്ട്ര നേതാക്കളെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ട്രേഡ് ഡീലിൻ്റെ കാര്യത്തിൽ ഞാൻ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞു. അവസാനം അവർക്ക് വഴങ്ങേണ്ടി വന്നു. ഇതൊക്കെയാണ്. എന്ന് മാത്രമല്ല, കോയിൻസിഡൻസ് ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഇത് പറയുന്നു, അതിനുശേഷം പാകിസ്ഥാൻ ഇത് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടെന്ന് പറയുന്നു. അന്ന് വൈകുന്നേരം ആകുമ്പോൾ വെടിനിർത്തലാകുന്നു. നന്ദി പറയുന്നു. പാകിസ്ഥാൻ നന്ദി പറയുന്നു. അന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇന്ത്യ പറയുന്നു വെടിനിർത്തുകയാണ്. അപ്പോൾ അത്രയും കോയിൻസിഡൻസ് കിടക്കുമ്പോൾ പാർലമെൻറ്റിൽ പ്രതിപക്ഷം വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറയുമെന്ന് പറയുമ്പോൾ അത് ഒഴിവാക്കിയത് എന്തിനാണെന്നുള്ളത് ഒരു പ്രഹേളികയായി അവസാനിക്കുകയാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ നൂലാമാലകളൊന്നും അറിയില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കും. എന്ന് മാത്രമല്ല, വേറെ ഒരുപാട് ചോദ്യങ്ങൾ പാർലമെൻറ്റിൽ ഈ ചർച്ചകളിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. എങ്ങനെയാണ് ഷാങ്ഗ്രില ഡയലോഗ് സെക്യൂരിറ്റി ഫോറത്തിൽ വെച്ച് ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ CDS, അതായത് ജനറൽ അനിൽ ചൗഹാൻ, അദ്ദേഹമാണ് ഷാങ്ഗ്രില കോൺഫറൻസിൽ വെച്ച് ഇന്ത്യക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് ആദ്യമായി പറയുന്നത്.